ഞങ്ങൾ ഇന്ന് കടല പായസമാണ് ഉണ്ടാക്കുന്നത്. ഓണത്തിന് വയ്ക്കാൻ വേണ്ടി വാങ്ങിയത്, പക്ഷേ ഞങ്ങൾക്ക് എല്ലാവർക്കും പനിയായത് കാരണം പായസം വയ്ക്കാൻ പറ്റിയില്ല. അത് വീഡിയോ ലോങ് ആവാതിരിക്കാനായിട്ട് കടലപ്പരിപ്പൊക്കെ നമുക്ക് വേവിച്ചെടുക്കാം. എന്നിട്ട് നെയ്യ് ഒഴിച്ച് ആ തേങ്ങാക്കൊത്തും വറുത്തെടുക്കാം. നന്നായിട്ട് മൂപ്പിച്ച് വറുത്ത് എടുക്കണം. ഇതിലേക്ക് ശർക്കര നന്നായിട്ട് പാവ് കാച്ചി ഒഴിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. അരിച്ച് നല്ല ബ്രൗൺ കളറായി കോരേണ്ട സമയമായി. നമുക്കിതിന് കോരി എടുത്ത് അണ്ടിപ്പരിപ്പ് മുന്തിരിയും വറുത്തെടുക്കാം. അതും വറുത്ത് കോരി മാറ്റി വെച്ചിട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന കടല ഇതിലോട്ട് ചേർക്കാം. ഇത് നന്നായിട്ട് ബ്രൗൺ കളറാകുമ്പോൾ കിസ്മിസും കൂടെ ഇട്ട് കൊടുത്ത് ഇതിലിടയ്ക്ക് ചവ്വരിയും നമുക്ക് പ്രത്യേകം വേവിച്ച് വെക്കേണ്ടതുണ്ട്. അതും വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് കോരി മാറ്റാം. കോരി കിസ്മിസ് ഒന്ന് ബോള് പോലെ ആയി വന്നു കഴിയുമ്പോൾ നമുക്ക് കോരി മാറ്റാം, ഇല്ലെങ്കിൽ കരിഞ്ഞു പോകും. ഇതായിട്ടുണ്ട്. ഇനി നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന കടല ഇതിലോട്ട് തട്ടിക്കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് വഴറ്റണം. മിക്സിയിലൊന്നും അരച്ച് ഉടയ്ക്കേണ്ട ആവശ്യമില്ല. ഇത് നന്നായിട്ട് വെന്ത് ഇരിക്കുന്ന കടലയാണ്. അപ്പോൾ ഇത് നമ്മൾ ഇളക്കി നെയ്യ് വരട്ടിയെടുക്കുമ്പോൾ തന്നെ ഇത് നന്നായിട്ട് ഉടഞ്ഞ് ചേരും. എനിക്കിതിൽ കുറച്ച് ചവച്ച് കുടിക്കുന്നതാണ് ഇഷ്ടം. അപ്പോൾ ഞങ്ങൾക്ക് അതുകൊണ്ട് നന്നായിട്ട് അങ്ങ് ഉടഞ്ഞ് പോവാതിരിക്കാൻ വേണ്ടിയാണ് കണ്ണാപ്പി എടുത്തത്. ഉണ്ടത്തവിയാണെങ്കിൽ ഫുള്ള് നന്നായിട്ട് ഉടഞ്ഞ് തരിയില്ലാതെ നമുക്ക് എടുക്കാൻ പറ്റും. ഇത് നന്നായിട്ട് ഒന്ന് കുറുകി വരണം. കണ്ടോ, ഇപ്പം തന്നെ അത് ഉടഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. വേവിച്ച് വെച്ചത് നന്നായിട്ട് ഉടഞ്ഞ് നന്നായിട്ട് ഉടഞ്ഞ് കുറുകി. നമ്മൾ ദേഹത്ത് പൊട്ടിയത് തെറിക്കും കേട്ടോ. അത് തെറിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് നിൽക്കണമെങ്കിൽ കയ്യിൽ വീഴാൻ സാധ്യതയുണ്ട്. ഇനി നമുക്കിതിൽ ശർക്കര പാവ് കാച്ചി വെച്ചിരിക്കുന്നത് ഒഴിച്ചു കൊടുക്കേണ്ട സമയമാണ്. നന്നായിട്ട് വെന്ത് ഉടഞ്ഞ് കുറുകി വന്നിട്ടുണ്ട്. കുറുകി ഇനി ഇതിൽ ശർക്കര പാവ് കാച്ചി മാറ്റി വെച്ചിട്ടുണ്ട്. അത് അരിച്ച് വെച്ച് കൊടുക്കാം. നന്നായിട്ട് ഉടഞ്ഞ് ശാലം കുറുകി ശർക്കര പാവ് കുറേശ്ശെ ഒഴിച്ച് ഇളക്കി കൊടുക്കണം. അടി പിടിക്കാതെ നമ്മൾ ഇളക്കണം. നന്നായിട്ടുണ്ടെങ്കിൽ അടി പിടിക്കും. ഞാൻ അടുപ്പിലാണ് വെച്ചിരിക്കുന്നത്, ഗ്യാസിലല്ല. അടുപ്പിലാണെങ്കിൽ നല്ല പെട്ടെന്ന് കുറുകി വരും ഗ്യാസിനേക്കാളും. ഇതിലിനി ഈ നെയ്യിൽ വരട്ടിയില്ലെങ്കിൽ നമുക്കിതിലൊരു പച്ച ടേസ്റ്റ് വരും. നെയ്യും ശർക്കരയിലും കടല നന്നായിട്ട് കുറുകി ചവ്വരിയും കൂടി ഇട്ട് കൊടുക്കുമ്പോൾ അത് ഇതിൽ കിടന്ന് നന്നായി കുറുകി ചവ്വരി ഇട്ട് കഴിഞ്ഞ് നന്നായിട്ട് വരട്ടണം. നന്നായിട്ട് വരട്ടി ശേഷം മാത്രമാണ് നമുക്ക് രണ്ടാം പാൽ എടുക്കാം. ഇത് കാണുമ്പോൾ നമുക്ക് തോന്നും ഭയങ്കര പാടാണ്, പക്ഷേ എളുപ്പമുള്ള ഒരു ഇതാണ്. പിന്നെ സമയം എടുത്തേ നമുക്കിത് ചെയ്യാൻ പറ്റും. പെട്ടെന്ന് നമുക്ക് സേമിയ വയ്ക്കും പോലെ നമുക്കിത് വയ്ക്കാൻ പറ്റില്ല, സമയമെടുക്കും. നന്നായിട്ട് വഴറ്റി
ഇത് നന്നായിട്ട് വരണ്ട് വരണം കണ്ട് നന്നായിട്ട് വരണ്ട് വന്നിട്ടുണ്ട്. വീഡിയോ സ്കിപ്പ് ചെയ്തില്ലെങ്കിൽ വീഡിയോ ലോങ് ആയിപ്പോകും, അതുകൊണ്ടാണ്. ഇനി നമുക്കിതിൽ രണ്ടാം പാലൊഴിക്കേണ്ട സമയമുണ്ട്. ഇത്രയും ഇങ്ങനെ ആകുമ്പോഴത്തേക്ക് നന്നായിട്ട് വരണ്ട് കഴിഞ്ഞ് നല്ല പരുവായി. ഇനി നമുക്കിത് രണ്ടാം പാലൊഴിച്ച് ഇളക്കി നന്നായിട്ട് കൈ എടുക്കാതെ ഇളക്കണം. ഇല്ലെന്നുണ്ടെങ്കിൽ അടി പിടിക്കാൻ സാധ്യതയുണ്ട്. അടി പിടിച്ചാൽ ടേസ്റ്റ് നന്നായിട്ട് ഇളക്കണം. നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തെടുക്കുക നന്നായിട്ട്. ഇപ്പോൾ കുറേ കൂടെ നന്നായിട്ട് ഉടഞ്ഞ് ചേർന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഈ രണ്ടാം പാലിൽ കിടന്ന് നന്നായിട്ട് ഉടഞ്ഞ് നല്ല ഇതായിട്ട് നന്നായിട്ട് പായസം നമുക്ക് പിന്നീട് കുടിക്കാനും നല്ല ടേസ്റ്റാണ്. പക്ഷേ ഇതിലൊരു കടല നമ്മൾ വേവിച്ചെടുക്കുമ്പോൾ അതിലൊരു പച്ച ചവ വരും. ആ ചവ വരില്ലേ അതിൽ നെയ്യിൽ നന്നായിട്ട് വരട്ടിയതുകൊണ്ട് നെയ്യിൽ വരട്ടിയതിന് ശേഷം മാത്രമാണ് നമ്മൾ ശർക്കരപ്പാനി ഒഴിച്ചത്. ശർക്കരപ്പാനി പിന്നെ ചവ്വരി അത് നന്നായിട്ട് വരണ്ടതിന് ശേഷം മാത്രമാണ് നമ്മൾ രണ്ടാം പാൽ ഒഴിച്ചത്. കണ്ടോ, ഇപ്പോൾ തന്നെ നല്ല ഒരു രണ്ടാം പാലേ ഒഴിച്ചിട്ടുള്ളൂ. അതിൻ്റെ കളർ തന്നെ കണ്ടോ നന്നായിട്ട് കുറുകി വരും. കുറച്ചുകൂടെ ഇതാവുമ്പോൾ നമുക്ക് ഒന്നാം പാൽ ഒഴിച്ച് എടുക്കാം. ഒന്നാം പാൽ ഒഴിച്ച് ബാക്കി സാധനങ്ങൾ വറുത്ത് വെച്ചിരിക്കുന്നതൊക്കെ എടുക്കണം. നന്നായിട്ട് കുറുകി ചവരിയെല്ലാം നല്ല നമുക്ക് കാണുമ്പോൾ ഇതിൽ ലൂസാണെന്ന് തോന്നും, പക്ഷേ അങ്ങനെ ലൂസല്ല. ഇത് കടല ആയത് കാരണം നന്നായിട്ട് കുറുകുന്നൊരു സാധനമാണ്. കടല ചവ്വരി ഇട്ടിരിക്കുന്നതുകൊണ്ട് നന്നായിട്ട് കുറുകും. കുറച്ചുകൂടെ ഇത് ഒരുപാട് കുറുകാനൊന്നുമില്ല, കുറച്ചുകൂടെ കുറുകിയിട്ട് നമുക്ക് ഒന്നാം പാൽ ഒഴിച്ച് കൊടുക്കേണ്ടത്. പിന്നെ നമുക്കിത് കൈ എടുക്കാൻ പാടില്ല. കൈയെടുത്താൽ അടി കുറച്ചുകൂടെ ഒന്ന് നന്നായിട്ട് കുറുകി വരുമ്പോൾ ഒന്നാം പാൽ ഒഴിച്ച് നമ്മൾ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന കുറച്ച് ചവച്ച് കുടിക്കാൻ വേണ്ടിയിട്ടാണ് ചേർത്ത് ഇങ്ങനെ തരിയിട്ടിരിക്കുന്നത്. ഇടയ്ക്ക് നമുക്ക് കടലപ്പായസം കുടിക്കുമ്പോൾ ഒന്ന് ചവറുകി വരുമ്പോഴത്തേക്ക് നമ്മൾ ദേഹത്ത് തെറിക്കും കേട്ടോ, അത് ശ്രദ്ധിച്ച് വേണം. ചവയ്ക്കേണ്ട, നല്ല മഷി പോലെ ഉടയണമെങ്കിൽ നമുക്ക് ഉണ്ടത്തവി എടുത്താൽ മതി. നമ്മൾ ഈ ശർക്കരയിൽ നെയ്യിൽ കടല വരച്ച് ചവച്ച് കുടിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടത്തവി ഇട്ട് ഉടച്ചുടച്ച് വരട്ടി കഴിഞ്ഞാൽ ഇതിന് തരിയില്ലാതെ കണ്ടാൽ കുറച്ച് തരി നമുക്ക് പായസം കുടിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് നന്നായിട്ട് കുറച്ചുകൂടെ നിങ്ങൾക്ക് ഉടയണമെന്നുണ്ടെങ്കിൽ ഉണ്ടത്തവി വെച്ചിട്ട് ഇടയ്ക്ക് തേങ്ങ കൊത്ത് കൂടുതലിട്ട് നമുക്ക് നന്നായിട്ട് അതിൽ ചവച്ച് ഇടയ്ക്കിടയ്ക്ക് ചവച്ച് കുടിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. കണ്ണാപ്പയാണ് എടുത്തിട്ടുള്ളത്. നന്നായിട്ട് ഉടഞ്ഞ് ചേർന്നിട്ടുണ്ടോ. കുറച്ചുകൂടെ കുറുകുമ്പോൾ നമുക്ക് ഒന്നാം പാൽ ഒഴിക്കാം. കുറച്ച് മാത്രമേ ഇതുള്ളൂ. ഇതിൽ ഫുള്ള് ഞാൻ എടുത്തിട്ടില്ല, കൂടുതൽ ഞാൻ സ്കിപ്പ് ചെയ്താണ്. ഏകദേശം ഒന്നാം പാലായിട്ട് ഒഴിക്കേണ്ട പരുവായി വരുന്നുണ്ട്. കുറച്ചുകൂടെ ആകുമ്പോഴത്തേക്ക് നമുക്ക് ഒന്നാം പാൽ കുറുകി വന്നിട്ടുണ്ട്. ഒരുപാട് നന്നായിട്ടങ്ങ് കുറുകണ്ട, കുറച്ച് കുറുകി വന്നിട്ട് നന്നായിട്ട് ഒന്നാം പാൽ ഒഴിക്കും. നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇരുന്ന് കട്ടിയാകുന്നത് കാരണം ഇത് ഇരുന്ന് കട്ടിയാവുന്ന ഒരു പ്രഥമനാണ് കടലപ്രഥമൻ. അപ്പോൾ അതുകൊണ്ട് അതനുസരിച്ച് നമുക്ക് തേങ്ങാപ്പാൽ ഒഴിക്കാം. ഇരുന്ന് മൊത്തം ഫുള്ളും കട്ടിയായിപ്പോയതിന് ശേഷം പിന്നെ നമ്മൾ വീണ്ടും വേറെ പാൽ എടുക്കേണ്ടി വരും. നമുക്ക് ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കുന്ന സമയമായി. ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മളിത് ഒന്നാം പാൽ ഒഴിച്ച് കഴിഞ്ഞിട്ട് ചെയ്യേണ്ടത് കൈയെടുക്കാതെ ഇളക്കുക. നന്നായിട്ട് കൈയെടുക്കാതെ ഇളക്കി കൊണ്ട് തന്നെ ചൂടാകണം. അല്ലാതെ ചൂടായി കഴിഞ്ഞ് തിളയ്ക്കാനും പാടില്ല, എന്നാൽ നല്ല ചൂടാവാതിരിക്കാനും പാടില്ല. നല്ല ചൂടായെങ്കിൽ മാത്രമേ അത് പുളിച്ചു പോകാതിരിക്കുകയുള്ളൂ. ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് പായസം ബാക്കി വന്നു രാത്രി ആകുമ്പോഴത്തേക്ക് അത് പുളിച്ചു. ഒന്നാം പാൽ ഒഴിച്ച ഉടനെ ഇറക്കി കഴിഞ്ഞാൽ നമ്മൾ ഇളക്കിക്കൊണ്ടിരുന്ന് തന്നെ അത് ചൂടാകണം. നന്നായിട്ട് ഇളക്കി
നന്നായിട്ട് ചൂടാവും. ഇതിൽ ഏലക്കാപ്പൊടിയും ഇട്ടിട്ടുണ്ട്. ഏലക്കാപ്പൊടി ഇട്ടപ്പോഴത്തേക്ക് ക്യാമറ ഓൺ ആയിരുന്നില്ല, അതാണ് കാണാൻ പറ്റാത്തത്. ഇനി കിസ്മിസും അതെല്ലാം തേങ്ങാ കൊത്തെല്ലാം വറുത്ത് വെച്ചിരുന്നതും ഇതിൽ ഇട്ടിട്ടുണ്ട്. ക്യാമറ ഓൺ ആവാത്തത് കാരണം നമുക്ക് അത് ഇടുന്നത് കാണിക്കാൻ പറ്റിയിട്ടില്ല. ഇത് നന്നായിട്ട് തേങ്ങാക്കൊത്തും അണ്ടിപ്പരിപ്പ് മുന്തിരി എല്ലാം കൂടെ നല്ല കാണാൻ തന്നെ ഒരു ഭംഗിയില്ലേ. ചൂടായി ഇത് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. തിളയ്ക്കാനും പാടില്ല. ഇത് നമുക്ക് ശകലം കൂടെ ഒന്ന് ചൂടായിട്ട് നമുക്ക് ഇറക്കാം. ചൂടാവാതിരിക്കാൻ ഇറക്കി ചൂടോടെ ചൂടോടെ വിളമ്പാം. അല്ലാതെ തണുത്തിട്ടാണെങ്കിൽ അങ്ങനെ കുറച്ച് മിച്ചമുണ്ടെങ്കിൽ നന്നായിട്ട് ചൂടാകണം. ഇളക്കിക്കൊണ്ട് ഒന്നാം പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് ചൂടായാൽ മാത്രം, നന്നായിട്ട് ചൂടാവണം, തിളയ്ക്കാൻ പാടില്ല. അതുപോലെ തന്നെ എന്നാൽ ചൂടാവാതിരുന്ന് കഴിഞ്ഞാൽ പുളിച്ചു പോയി. ഇതിപ്പോൾ നമുക്ക് മിച്ചം അഥവാ കുറച്ച് ബാക്കിയുണ്ടെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാതെ നാളെ രാവിലെ വേണമെങ്കിലും ഉപയോഗിക്കാൻ പറ്റും, ചീത്തയാവാതിരിക്കും. ചൂടായില്ല, പച്ച പാലാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് ചൂടായി രാത്രി ആകുമ്പോൾ തന്നെ നാളെ രാവിലെ ആകുമ്പോഴത്തേക്ക് ഒന്നും നമുക്ക് ഉപയോഗിക്കാം. ആയിട്ടുണ്ട്. ഇത് ഇറക്കിയിട്ട് നമുക്ക് വിളമ്പാം. ഇത്രയും മതി കേട്ടോ. ഇതിനി ഇരുന്ന് കുറുകും. നന്നായിട്ട് തണുത്ത് കഴിയുമ്പോൾ കുറച്ചും കൂടെ നന്നായിട്ട് ചൂടായി നന്നായിട്ട് കുറുകും. ഇത്രയേ ഉള്ളൂ. കടലപ്രഥമൻ റെഡിയാണ്. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ചാനലിൽ സബ്സ്ക്രൈബ് കുറവാണ്.